Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഡബിൾ ലെയർ വാനില വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്തിരിക്കുന്ന കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസ് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. എല്ലാവർക്കും അത്യാവശ്യം ഒരു ബർത്ത്ഡേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. സിമ്പിളാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കണം. അളവ് കൃത്യമായിരിക്കണം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്നും ചേർക്കുന്നില്ല. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം പാൽ എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്. ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസ് വേണം. ഇത്രയും സാധനങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുക. മെഷർമെൻറ്റ് കൃത്യമായാലേ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കറക്റ്റ് അളവിന് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കൊരു കേക്ക് ടിൻ, അത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിൻ റെഡിയാക്കണം. ഒന്നെങ്കിൽ ഇങ്ങനത്തെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വട്ടത്തിലെ ഏതെങ്കിലും പാത്രം ആയാലും മതി. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു ഷേപ്പിലുള്ള ഏത് പാത്രം വേണേലും ഉപയോഗിക്കാം. ഇതിനകത്തേക്ക് ഒരല്പം ബട്ടർ ചേർത്താണ് ഇതൊന്ന് മയപ്പെടുത്തി എടുക്കുന്നത്. ഞാൻ ഗ്രീസ് ചെയ്ത് വെക്കുന്നത്. ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, നമ്മൾ എടുക്കുന്ന സൺഫ്ലവർ ഓയിൽ തന്നെ ഒരല്പം ചേർത്ത് കൊടുത്താലും മതി. അതിനുള്ളിലേക്ക് നന്നായിട്ട് അത് തടവിയതിന് ബട്ടറോ എണ്ണയോ തടവിയതിന് ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതാണ് നല്ലത്. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്ക് കേക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ബട്ടർ തടവിയതിന് ശേഷം അല്ലെങ്കിൽ എണ്ണ തടവിയതിന് ശേഷം ഒരല്പം മൈദ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ട് ഒന്ന് കമത്തി തട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ കഴിവതും ഇതുപോലെ വെച്ച് കൊടുക്കുക. സൈഡിലും ഞാൻ ഇതുപോലെ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വിട്ടു പോരും. എടുക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് കേക്ക് ട്രെയിലൊന്നും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ കേക്ക് ടിൻ റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആദ്യം മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല, അതായത് സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. ബേക്കിംഗ് പൗഡറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മാറിപ്പോകരുത് ആർക്കും. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഡബിൾ പവർ ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കേക്കിൻ്റെ നടുവശം നന്നായിട്ട് പൊങ്ങി വരും. അതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ കിട്ടുന്ന ബേക്കിംഗ് പൗഡർ മതി. അതും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കുമ്പോൾ അതിനകത്തുള്ള കട്ടകളെല്ലാം വിട്ട് കിട്ടും. കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകണമെങ്കിൽ, പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ നന്നായി മിക്സായി വരുള്ളൂ. ഇതുപോലൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നു, 3 പ്രാവശ്യം അരിച്ചെടുത്താൽ അത്രയും നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ കഴിവതും 3 പ്രാവശ്യം ഇതുപോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഒട്ടും തരികളില്ലാതെ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പം 3 പ്രാവശ്യം ഇതുപോലെ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു വലിയ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിത് ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഈ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കാം.
മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 ട്രിപ്പായിട്ട് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിന് പകരം ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പതഞ്ഞു വരുന്ന രീതിയിൽ അത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഞാൻ ഒന്നുകൂടെ അരിച്ച് ചേർക്കുകയാണ്. നന്നായിട്ട് ചേർത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് ചേർത്താലും മതി. അതിനുശേഷം പതുക്കെ അധികം ഉടയാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് ഒന്ന് വട്ടത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഒത്തിരി കുത്തി ഇളക്കരുത്, പതുക്കെ റൗണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരേ ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനകത്ത് അധികം കട്ടകളൊന്നും വരാത്ത രീതിയിൽ നല്ല മയത്തിൽ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പം ഒത്തിരി നമ്മൾ ഇട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ഇത്തിരി ഹാർഡായി പോവും. അതുകൊണ്ട് പതുക്കെ ഇതിനകത്ത് കട്ടകൾ വരാത്ത രീതിയിൽ സോഫ്റ്റായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സിലിക്കൺ സ്പാറ്റില ഉണ്ടെങ്കിൽ അതായാലും മതി, അതാണ് കൂടുതൽ ബെറ്റർ. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓയിൽ തടവി വെച്ചിരിക്കുന്ന ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഉള്ളിലുള്ള എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോയിക്കോളും. അതിനുശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതായിരിക്കണം. അതിനുശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേകുന്നതിനനുസരിച്ച് ചെക്ക് ചെയ്യുക. ഒരു 30-35 മിനിറ്റിനുള്ളിൽ നമുക്കിതുപോലെ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കേക്ക് 30 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 30 മിനിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിൽ മേളിലും സൈഡിലും ഒക്കെ ആയിട്ട് വെച്ചിരുന്ന ഓയിൽ പേപ്പറും നമുക്ക് പതുക്കെ മാറ്റി കൊടുക്കാം. വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് പതുക്കെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കാതെ കേക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാകത്തിന് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതനുസരിച്ച് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്.
കേക്കിൻ്റെ അടിയിലൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സ്പോഞ്ച് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ ഞാൻ ഫ്രീസറിൽ അരമണിക്കൂർ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചാൽ മതിയാവും, നന്നായിട്ട് തണുത്തിരിക്കണം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള പാല് ഞാൻ 125 ml ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തണുത്ത പാലായിരിക്കണം. ഒട്ടും തണുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിപ്പിംഗ് ക്രീം ശരിയാവില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ്. 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറിന് 125 ml പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവർ ബേക്കേഴ്സിൽ പറയുന്നത് 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡറിന് 200 ml പാലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അത്ര എടുക്കേണ്ട കാര്യമില്ല, അപ്പോൾ അത് ലൂസായി പോവും. അവർ പറയുന്നതിലും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്കിവിടെ 125 ml പാല് വെച്ചിട്ടാണ് ക്രീം റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു കത്തിയോ വല്ലതും എടുത്തിട്ട് ഇച്ചിരി പരന്ന ബ്ലേഡ് പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഒന്ന് പതുക്കെ കോരി പതുക്കെ ഒന്ന് ചരിച്ചു കൊടുക്കുക. അത് പെട്ടെന്ന് താഴത്തേക്ക് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 കപ്പ് തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് അടുപ്പിൽ വെച്ച് ചൂടാക്കി വേണമെങ്കിലും ചെയ്യാം, വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിലും ചെയ്യാം. പഞ്ചസാരയ്ക്ക് നൂൽപ്പരുവൊന്നും ആക്കേണ്ട കാര്യമില്ല. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതിലെ പഞ്ചസാര തരികളെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച കേക്കും വിപ്പിംഗ് ക്രീമും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് ഇതുപോലെ ഞാൻ 2 ലെയറായിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നടുക്കൂടെ ഒന്ന് വട്ടം മുറിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് ലെയർ കൂട്ടാം, വേണമെന്നുണ്ടെങ്കിൽ 3 ലെയർ കേക്കും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ലെയർ ഉള്ളതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് 2 പീസായിട്ട് ഞാൻ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് താഴെ വെച്ച് കൊടുക്കാം. അതിന് മേലെ ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റും ജ്യൂസി ആയി കിട്ടും, നല്ല പഞ്ഞി പോലെ ഇരിക്കും. കഴിക്കുമ്പോൾ ഇങ്ങനെ അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. നല്ല മധുരവും ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും ഒക്കെ ഇതിൻ്റെ അളവിന് വ്യത്യാസം വരുത്താം. അപ്പോൾ ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് അതിന് വേണ്ട ടൂൾസ് ഒന്നും ഇല്ല ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കത്തി വെച്ചിട്ടാണ് ഇത് ഷേപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. അതിന് മേലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രോബെറി തന്നെ രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് അത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അട്രാക്റ്റീവ് ആക്കി എടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വാനില ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്